ഹായ്, നമസ്കാരം. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ ചെയ്യാറുണ്ട്, അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പരാജയപ്പെടാറുണ്ട്. എന്നാൽ സത്യത്തില് നമ്മൾ ശരിക്കും പരാജയപ്പെടുന്നത് എപ്പോഴാണെന്നോ അറിയാമോ? ലോകപ്രശസ്ത എഴുത്തുകാരനായ ജെയിംസ് ക്ലിയർ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് ആദ്യമായി പറ്റുന്ന ഒരു തെറ്റ് ആക്സിഡന്റലാണ്. വീണ്ടും അത് സംഭവിക്കുമ്പോൾ അതൊരു ശീലത്തിന്റെ തുടക്കമായി മാറും. ഒരു ദുശ്ശീലത്തിന്റെ ആരംഭമായിരിക്കും അത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന തെറ്റുകൾ എല്ലാവർക്കും പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ തെറ്റ് പറ്റുക എന്നത് വളരെ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് നമ്മൾ പരാജയത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഒരു തെറ്റ് പറ്റിയതിന് ശേഷം അതിനെ നിസ്സാരവൽക്കരിക്കുമ്പോൾ അത് എല്ലാവർക്കും പറ്റുന്നതല്ലേ, അതിലെന്താ കുഴപ്പം എന്നൊക്കെ കരുതി നിസ്സാരവൽക്കരിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അത് പറ്റാതിരിക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ നോക്കേണ്ടതാണ്. അത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുകയും അത് നമ്മുടെ ഒരു ശീലമായി മാറുകയും ചെയ്യും. നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത, അത് പാറ്റേണുകൾ എപ്പോഴും ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ഒരു തെറ്റ് ചെയ്തു, ഒരു അബദ്ധം ചെയ്തു, അത് സാരമില്ല എന്ന് കരുതി വീണ്ടും അതേ അബദ്ധം ചെയ്യുമ്പോൾ തലച്ചോറ്, ബ്രെയിൻ അത് സാധാരണ ഒരു കാര്യമായിട്ടാണ് എടുക്കുക. അങ്ങനെ വരുമ്പോൾ വീണ്ടും അത് ചെയ്ത് പിന്നെ നമുക്ക് അതിൽ നിന്ന് തിരുത്താൻ നമ്മളെ ബ്രെയിന് തയ്യാറാവില്ല. അപ്പൊ നമ്മൾ തിരുത്താൻ ശ്രമിച്ചാലും നമ്മുടെ ശീലങ്ങൾ നമ്മളെ വീണ്ടും അതിലേക്ക് തന്നെ നയിക്കും. അതുകൊണ്ട് നമ്മൾ തെറ്റ് പറ്റുമ്പോൾ ചെയ്യേണ്ട, അത് വീണ്ടും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക, നിരാശരാവാതിരിക്കുക. നിരാശരായി കഴിഞ്ഞാൽ ആ തെറ്റ് വീണ്ടും വരാനുള്ള സാഹചര്യമുണ്ട്. രണ്ടാമത്തേത്, ഒരു തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചാൽ നമ്മൾ അതിന്റെ പ്രധാന കാരണം, റൂട്ട് കോസ് അല്ലെങ്കിൽ മൂല കാരണം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഇനി വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തേത്, ഒരേ തെറ്റ് രണ്ടാമതും ആവർത്തിക്കാതിരിക്കുക. അതിന് പൂർണ്ണമായ മനസ്സോടുകൂടി നമ്മൾ ശ്രമിക്കുക. നമ്മളൊരു വഴി തെറ്റിയാൽ വീണ്ടും അതേ വഴിയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ തെറ്റിയാൽ അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ഇനി വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ നാം മറ്റെല്ലാ മനുഷ്യരെയും പോലെ എല്ലാവർക്കും അബദ്ധങ്ങൾ, പരാജയങ്ങൾ എല്ലാം സംഭവിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് പറ്റി, ഇനി പറ്റാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് ചിലപ്പോൾ സാഹചര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടാകാം. സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിൽ ആ സാഹചര്യങ്ങൾ വരുന്നതിനെ നമ്മൾ എങ്ങനെ തടയാം, ആ സാഹചര്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ അശ്രദ്ധയാണെങ്കിൽ ഇനി ആ അശ്രദ്ധ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇന്നു മുതൽ തന്നെ നമ്മൾ തെറ്റ് പറ്റുന്നത് ഒരു വലിയ പ്രശ്നമായി എടുക്കാതെ, അതിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യാതെ, തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതിനി വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പൂർണ്ണമായ മനസ്സോടുകൂടി ചിന്തിച്ച് അതിനു വേണ്ട തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഇത്തരം സംഭവങ്ങളിൽ പലപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. തെറ്റ് വീണ്ടും പറ്റാതിരിക്കാൻ അതെന്തൊക്കെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും വരാം. നന്ദി.